വിഷ്ണു ഇപ്പോൾ എനിക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ് വിഷ്ണു. അപ്പൊ കുഞ്ഞിന് എത്ര വയസ്സായി വിഷ്ണു? കുഞ്ഞിനിപ്പോ 1 വയസ്സും 4 മാസമായി സർ. 1 വയസ്സും 4 മാസവും. ആദ്യം പ്രസവം ഉണ്ടാവുന്ന സമയത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം കുഞ്ഞിന്റെ ഈ വലത് കൈക്കുണ്ടോ? എടുക്കുന്ന വഴി സംഭവിച്ചതാണ്. ചെറിയ രീതിയിലൊരു മാറ്റം നമുക്ക് വന്നായിരുന്നു. പിന്നെ അത് ഓൾറെഡി പിന്നെ പോവായിരുന്നു. ഇപ്പൊ കൈ അനക്കാൻ കഴിയുന്നില്ലേ കുഞ്ഞിന്? കൈ പകുതി വരെ അനക്കുന്നുള്ളൂ. ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം പിന്നോട്ട് ഇപ്പൊ അനക്കുന്ന രീതിയിലില്ല. അപ്പൊ ഫിസിയോതെറാപ്പി മാക്സിമം 3 മാസം നമുക്ക് ചെയ്ത് നോക്കാന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് ഡോക്ടർ പുഷ്പ പറഞ്ഞത് എന്താണ്? 3 മാസം ഇല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ കൊച്ചിന്റെ കൈ റെഡിയാകും, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഇത് ഇത്തരം വാക്വം ഡെലിവറി എടുക്കുന്ന സമയത്ത് ഇത്തരം ചെറിയ അനോമലീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നത് മാത്രമാണോ അപ്പൊ പറഞ്ഞിരുന്നത്? അതിന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച നമ്മളെ. പക്ഷെ ആ സമയത്തൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ നല്ല ചികിത്സ കൊടുക്കാമായിരുന്നു ആ സമയത്തല്ലേ? നല്ല ചികിത്സ കൊടുക്കായിരുന്നു. 4:46 എനിക്ക് എന്റെ കൊച്ചിനെ കാണിക്കുന്നത് തന്നെ. അപ്പൊ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പൊ കുഞ്ഞിന്റെ കൈ ചലനമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കൈക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വാക്യൂം ഡെലിവറി കൂടെ സംഭവിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി റിപ്പോർട്ടിൽ ഇവർ എഴുതി തന്നിട്ടുമുണ്ട് ഇങ്ങനെ പ്രൊസീഡർ ടു ദ ബേബി ഫോർ വാക്യൂം ഡെലിവറി ഫോർ ടു പാലസി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് റെഫർ ചെയ്തായിരുന്നു. PMR മെഡിക്കലോട് PMRോട് റെഫർ ചെയ്തായിരുന്നു. അപ്പൊ 3 മാസം അടുത്ത് കുഞ്ഞിന്റെ സ്ലിംഗ് ഇട്ടിരിക്കുകയായിരുന്നു. ഈ പ്രസവത്തിന് മുമ്പ് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ കുഞ്ഞിന് വേറെ വൈകല്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? വേറെ വൈകല്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാ 3D സ്കാൻ വരെ ഇരിപ്പുണ്ട്, എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ പിഴവ് സംഭവിച്ചത് ഈ ഡെലിവറി ടൈമിലെ വാക്യൂം ഉപയോഗിച്ചപ്പോഴായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത് എന്തായിട്ടാണ് വിഷ്ണു? പരാതി കൊടുത്തിരിക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ള രീതിയിലാണ് പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഡിവൈഎസ്പിനെ രാവിലെ വിളിപ്പിച്ചിട്ടുണ്ട്, രാവിലെ പോയി കാണണം. അപ്പൊ രാവിലെ ഇപ്പോ മെഡിക്കൽ നെഗ്ലിജൻസിന് പരാതി കൊടുക്കും ആശുപത്രിക്കെതിരെ? അതെ, ആശുപത്രിക്കെതിരെ കൊടുക്കും. അതുപോലെ സ്റ്റിച്ച് പോലും പകുതിയുള്ള സ്റ്റിച്ച് വരെ ഇതാണ് അവർ വീട്ടിലോട്ട് പോയത്. രണ്ടാമത് തിരിച്ചു വിളിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അത്രയും ഹൈ ബ്ലീഡിങ് ഉണ്ടായിട്ട് പോലും ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വേറൊരു കടലാസ പേപ്പർ മാത്രം വരുന്ന ഡിസ്ചാർജ് സമ്മറി, അതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 13.1 ഉണ്ടായിരുന്നു ഹീമോഗ്ലോബിൻ അളവ്. അതായത് 30-ാം തീയതി ഡെലിവറി ഡേറ്റിന് മുന്നേ 13 ഹീമോഗ്ലോബിൻ അളവുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ 10.4 ഉള്ളായിരുന്നു. അപ്പൊ ഇത്രയും ബ്ലീഡിംഗ് ഉണ്ടായിട്ട് പോലും ഇതുപോലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടും ഇല്ല. ഇത്രയും ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അവർ അൺയൂസ്ലെസ് ആയിട്ടാണ് അവരത് കെയർ ചെയ്തത് ശരിക്കും. അതായത് അവിടെ ഒരു ജാഗ്രത കുറവ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഈ സ്കാനിങ് ഒക്കെ എവിടെയാണ് ചെയ്തിരുന്നത് വിഷ്ണു? സ്കാനിങ് ചെയ്തത് മിഡാസിലും ചങ്കേഴ്സിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടിരുന്നത്. ഡോക്ടർമാർ അങ്ങോട്ടാണ് വിടുക അല്ലേ? അങ്ങോട്ടായിരുന്നു കേട്ടോ. ഞാൻ 7-ാം മാസം വരെ സാൻ ജോസിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ആക്സിഡന്റ് പറ്റി എന്റെ കൈ തളർന്നു പോയായിരുന്നു. ചികിത്സിക്കുന്നത് ഇപ്പം കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിലാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ട് കൊണ്ടുപോവോ? അതിനുവേണ്ടി കൊണ്ടുപോയിട്ട് മിനിഞ്ഞാന്ന് വന്നേ ഉള്ളൂ. നല്ല ചെലവാവില്ലേ? ആ, ചെലവുണ്ട്. അപ്പൊ ചെറിയ മാറ്റം ഇടയ്ക്ക് വന്നത് ഇപ്പം കാണാനുമില്ല അല്ലേ? അത് കാണാനുമില്ല. അതിന്റെ വെയിൻപരമായിട്ടുള്ള എല്ലാം പോയി. അത് 3 മാസം 6 മാസം വരെ ആയിരുന്നു സമയം പറഞ്ഞത്. അപ്പം ഇനിയും വെയിന്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം പകുതി വരെയൊക്കെ ആകത്തുള്ളൂ. പഴയ പോലെ എന്തായാലും കുട്ടി കൈ പൊക്കുവോ പിടിക്കുമോ എന്ന് ഉറപ്പ് പറയാൻ ഡോക്ടർക്ക് പറ്റത്തില്ലെന്നാ പറഞ്ഞു. സങ്കടമുള്ള കാര്യമാണ്. ഇത് വിഷ്ണുവിന്റെ ആദ്യ കുഞ്ഞാണോ? എന്റെ ആദ്യം 6 വർഷം കൊണ്ടുകൊണ്ട് കുഞ്ഞാ. 4 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. എന്താ മോന്റെ പേര്? എന്റെ വിഹാൻ. ഓക്കെ വിഷ്ണു, നമുക്കത് ഭേദമാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പരാതി കൊടുക്കുക. മെഡിക്കൽ നെഗ്ലിജൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി ഡോക്ടർ മറുപടി പറയണം. സർക്കാർ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. താങ്ക് യു ശ്രീ വിഷ്ണു. എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ്ണുവാണ് നമുക്കൊപ്പം ചേർന്നത്. ആലപ്പുഴയിലെ കടപ്പുറത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി. ഡോക്ടർ പുഷ്പയാണ് ഈ അനീഷിൻ്റെ ഭാര്യ സുറുമിയെ ആദ്യഘട്ടം പരിശോധിച്ചത് 8 ആഴ്ച. അതിനുശേഷമാണ് പിന്നീട് ഡോക്ടർ ഷേർലി പരിശോധിച്ചത്. ആ ഘട്ടത്തിലാണ് 7 സ്കാനുകൾ നടത്തിയത്. ആ 7 സ്കാനുകളിൽ പ്രധാനപ്പെട്ട അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ ജനിതക വൈകല്യം തിരിച്ചറിയാൻ കഴിയാതെ പോയി. തുടർന്ന് 6, 7, 8 മാസങ്ങളിൽ നടത്തിയ സ്കാനിങ്ങിൽ പോലും കുഞ്ഞിൻ്റെ ജനിതക വൈകല്യം തിരിച്ചറിയാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ആലപ്പുഴയിലെ കടപ്പുറം വനിതയും കുഞ്ഞും കോളേജുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതി. ഈ പരാതി ഗൗരവമായി തന്നെയാണ് സർക്കാർ പരിഗണിക്കുന്നത്. സർക്കാരിൻ്റെ ആരോഗ്യ പ്രതിനിധികൾ ഇന്ന് ആലപ്പുഴയിലെത്തി തെളിവെടുക്കും, കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്യും. കുഞ്ഞിൻ്റെ ചികിത്സാ ചെലവിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം എന്നതാണ് നമ്മുടെ അടക്കം ആവശ്യം. അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ഒരു ടാക്സി ഡ്രൈവറാണ് നമ്മുടെ പാവം അനീഷും സുറുമിയും. അതുകൊണ്ട് അവർക്ക് ആ വലിയ ഉത്തരവാദിത്വം
ത്തിൽ നിന്ന് അവരെ ഒറ്റയ്ക്കാക്കാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, ലാബിന് പിഴവ് സംഭവിച്ചു എന്ന പ്രാഥമിക റിപ്പോർട്ട് വരുന്നു. പക്ഷേ ലാബ് അധികൃതർ പറയുന്നത് കൂടുതൽ ടെസ്റ്റുകൾക്ക് എഴുതേണ്ടിയിരുന്നത് ഈ ഗൈനക്കോളജിസ്റ്റാണ്, ആശുപത്രി അധികൃതരാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നത് വ്യക്തമാണ്.